ഓർത്ത് പോയത് നിങ്ങൾ സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടില്ല, തുടക്കം തന്നെ പറഞ്ഞേക്കാം. പിന്നെ നമ്മൾ ഞാൻ ഡെയിലി ഇടുന്ന് പറഞ്ഞ, പക്ഷേ ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടില്ല. അതൊരു ചെറിയ മിസ്റ്റേക്ക്. ആ ചെറിയ മിസ്റ്റേക്ക് നിങ്ങൾ ഇഗ്നോർ ചെയ്തേക്കും. എന്തായാലും ഇന്ന് നമ്മൾ ആദ്യം ഇവിടെ ഇത് വാടക വീടാണ്. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന വീട്, ഈ വീട് വാടകയാണ്. ഈ വാടക വീട്ടിൽ നമ്മൾ വേറൊരു വാടക വീട്ടിലോട്ട് മാറാൻ പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി വേറൊരു വീട് പോയി നോക്കണം. ഇപ്പം പിന്നെ അതിൻ്റെ കുറച്ച് സ്ഥലമൊക്കെ നോക്കുന്നുണ്ട്. സ്ഥലമൊക്കെ നോക്കുന്ന ഇതുവരെ ഒന്നും കിട്ടുന്നില്ല. എന്ത് ചെയ്യാനാ, അതാണ് ഈ പെൻഡിങ്. എൻ്റെ കുറേയേറെ കാര്യങ്ങൾ ഈ സ്ഥലം കാരണമാണ് ഞാൻ മേടിക്കാത്തത്. ഞാൻ എന്തിനാ ഇങ്ങോട്ട് കയറുന്നത്? എന്തായാലും ഇവിടെ സ്ഥലമൊക്കെ ഞാൻ നോക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റിന് 15 ലക്ഷം ഒക്കെ. എന്താ മെട്രോപോളിൻ്റെ സിറ്റി ആയത് 15 ലക്ഷം. ഇനി അത് രജിസ്ട്രേഷൻ കാരണമാണ് ഇങ്ങനെ പൈസ ഇൻഫ്ലേറ്റ് ആകുന്നത് സ്ഥലത്തിൻ്റെ എന്നൊക്കെ ഞാൻ പറയാൻ താല്പര്യപ്പെട്ടെന്ന്. അതൊക്കെ ഇനി നിങ്ങൾക്ക് അറിഞ്ഞ് ബോറടിക്കണ്ട. എന്തായാലും നമുക്ക് 4-5 ലക്ഷം സെൻറ്റിനുള്ളതിന് സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല റോഡ്, ബൈ റോഡ്, ഇങ്ങനെ റോഡായിരിക്കണം. അപ്പം സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലം ഇപ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ 3 മാസം എടുക്കുമെന്ന് പറഞ്ഞ് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്ന. അല്ലെ പിന്നെ എപ്പോഴും ഞാൻ ഈ ഫ്രോങ്സിനൊക്കെ ചാടി അടുത്ത വണ്ടിയിലോട്ടൊക്കെ എത്തിയേനെ. ലോൺ എടുക്കാൻ പിന്നെ ഇഷ്യൂ ആണെന്നും പറഞ്ഞാണ് ഇപ്പോൾ ചെയ്യാത്തത്. അവിടെ നമ്മളിപ്പോൾ എന്തായാലും അക്ഷയുടെ വീട്ടിലോട്ട് പോവുകയാണ്. അക്ഷയനെയും കൂട്ടി നമുക്ക് റെൻറ്റഡ് പ്രോപ്പർട്ടി ഒരെണ്ണം കാണാറുണ്ട്. അവിടെ പോയി നോക്കാം. അക്ഷയ എത്തിയിരിക്കുന്നു. അക്ഷയ നമ്മളെ കൊണ്ടുപോകും സ്ഥലത്തോട്ട്. നമ്മൾ വീട് കാണാൻ വന്നിരിക്കുകയാണ്. ഇതാണ് സോളാറുണ്ടോ? ഇതാണ്ടി കുഴപ്പമില്ലെന്ന് തോന്നുന്നു വീട്. അകത്ത് കയറാൻ പറ്റുമോ നോക്കട്ടെ. അകത്ത് നമുക്ക് കയറിയിട്ട് വരാം. നമ്പർ കിട്ടിട്ട് അങ്ങോട്ട് പോകണം. അവിടെയാണ് നമ്പർ. അപ്പം അവിടെ ചേട്ടൻ പറയുന്നത് ചേട്ടൻ്റെ മകനാണ് നോക്കുന്നത്. മകൻ ഡെൻമാർക്കിലായതുകൊണ്ട് ഒരു 4 മണിക്കൂറത്തെ ഡിലേ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് 4 മണിക്കൂറൊക്കെ അവിടെ ഇപ്പോൾ ഉറക്കമോ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും. അപ്പോൾ നാളത്തേക്ക് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്തായാലും നാളെ വരും. ഇതിപ്പോൾ വീട് കാണാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ സംസാരിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ട്രെയിനറിൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നു. ട്രെയിനർ കണ്ണാടിയൊക്കെ വെച്ചിരിക്കുന്നു. നമ്മളിനി എന്തായാലും ഇവിടുന്ന് മുടി വെട്ടാൻ പോവുകയാണ്. മുടി നമ്മൾ കോട്ടയം പോകുന്നു മുടി വെട്ടാൻ. ഏത് വെട്ടിയ ഓണത്തിന് വെട്ടിയ? അവിടെ ഫോണൊന്നുമില്ല. അവിടെ അവർ നല്ലോണം വെട്ടുന്ന എനിക്കറിയാം. അവർ പിന്നെ വെട്ടി അവസാനം മുടി കാണത്തില്ല മേത്ത്. ഇവിടെ നമ്മൾ കോട്ടയം പോവുകയാണ്, ആലപ്പുഴയിൽ നിന്ന് മുടി വെട്ടാൻ വേണ്ടി. ആലപ്പുഴ ഞാൻ റിസ്ക് എടുക്കുന്നില്ല. മുടി വെട്ടാൻ പോകുന്ന വഴി ഇടക്ക് വെച്ച് കണ്ടതാണ് ഈ കുറെ കൊക്കിരിക്കുന്നു. ഇത് നെല്ലിലിവിടെ വെള്ളം കുറച്ചുകൊണ്ടാണെന്ന് അറിയത്തില്ല. കുറെ പേരുണ്ട് അങ്ങോട്ടത്. ഞാൻ മുടി ഇട്ടിട്ട് പെട്ടെന്ന് വരാം. നമ്മൾ സെയിം സ്പോട്ടിൽ തന്നെ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നത് ഓർമ്മയുണ്ടായിരുന്നു. മറ്റേ ഫുള്ളും സ്ട്രെയിറ്റ് ആയിട്ട് പൊക്കത്തോട്ടൊക്കെ വലിച്ചു വെച്ച് ആ ലുക്ക്. ഇവിടുന്ന് സമയത്തും കാലം നമുക്ക് ഇറങ്ങാൻ പറ്റിയ നമ്മൾ ബൺ മസ്കും കൂടി ട്രൈ ചെയ്യും. കുറെ വൈറലായിട്ട് ആൾക്കാരിടന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് ഓണസ്റ്റ് ഒപ്പീനിയൻ തരുന്നതാണ്. ഓണസ്റ്റ് ഒപ്പീനിയൻ. ഇത് വിട്ടേക്ക്, വേണ്ട, നടക്കില്ല. ഇതെന്താണ് 300 250? കാണുന്നുണ്ട്. ഇവിടുന്ന് പനമ്പള്ളി എങ്ങാണ്ടാണ് അവർ ഇപ്രാവശ്യം വിൽക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് പോയാൽ അത് കിട്ടത്തുള്ളൂ. ഇവിടുന്ന് പോകാൻ തന്നെ 2.5 മണിക്കൂർ എടുക്കും. അപ്പോൾ ചിലപ്പോൾ കിട്ടില്ല. ഞാനപ്പോൾ മുടിയൊക്കെ വെട്ടി സെറ്റായി. എങ്ങനെയുണ്ട്, കൊള്ളാമല്ലേ? എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടു. അതാണ് ഇവിടെ പിന്നെ വരുന്നത്. ഞാൻ അല്ലെങ്കിൽ 40 കിലോമീറ്റർ ഓടിച്ച് വരേണ്ട ആവശ്യമില്ല. അതായത് നമ്മൾ ബൺ മസ്ക് തിന്നാൻ വേണ്ടി പോയിരുന്നതാണ്. ചെറിയൊരു ചേഞ്ച് ഓഫ് പ്ലാൻസ്. ഓർമ്മ കാണും, എൻ്റെ മോന്തയ്ക്ക് ഞാൻ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുണ്ട് ഈ കുഴിന് വേണ്ടി. അത് കുഴി ഇപ്പോഴും കുഴിയായിട്ട് തന്നെ നികത്താൻ പറ്റിയിട്ടില്ല എനിക്ക്. പക്ഷെ അത് 5 സിറ്റിങ്ങാണ് പറഞ്ഞത്. 2 സിറ്റിങ്ങേ ആയുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി ഈ ട്രീറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കാൻ വേണ്ടി ഞാൻ പിന്നെയും പോകാൻ പോവുകയാണ്. എന്തായാലും ഇവിടുന്ന് അടുത്ത ഒരു 8.5 കിലോമീറ്റർ ഉള്ളത് ഇവിടുന്ന്, കണ്ട. അതുകൊണ്ട് പിന്നെ ഞാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിലവാണ് സത്യം പറഞ്ഞാൽ. പ്രൊമോഷൻ ഒന്നല്ല, ചിലവ്. എന്നാലും ഞാൻ ചെയ്ത് നോക്കട്ടെ. വർക്ക് ചെയ്യുമെങ്കിൽ നല്ലതായിരിക്കും. വർക്ക് ചെയ്യാൻ തോന്നുക എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, മറ്റേ ലേസർ അടിച്ച് മുഖം ഇപ്പോൾ കരിയിക്കും. അതാണ് ബേസിക്കലി പരിപാടി. ഞാൻ എത്തി ഡെർമാഡ്യൂവിൽ. സ്കിൻ പ്ലാസ്റ്റിക് സർജറി, ലേസർ, ഹെയർ ട്രാൻസ്പ്ലാന്റ്. എന്തായാലും ഞാൻ പോയി മുഖം പോയി കരിച്ചിട്ട് വരട്ടെ. ജസ്റ്റ് ഒരു 1 മണിക്കൂർ വരാൻ. ഞാനിപ്പോൾ അകത്തോട്ട് പോയിട്ട് തിരിച്ചിങ്ങോട്ട് ഇറങ്ങി വരുന്നത് കാണാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് പെട്ടെന്നായിരിക്കും തീരാൻ പോകുന്നത് ട്രീറ്റ്മെൻ്റ് ഒക്കെ. നീ വെളുക്കാനാ? എന്ത്? അതിന് മറ്റേ ഗ്ലൂട്ട എന്തോ സാധനമുണ്ട്. അത് ഇങ്ങനെ IV കയറ്റേണ്ടി വരും വെളുക്ക്. അത് ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ കുറച്ച് വെളുപ്പിക്കണേ. ഞാൻ ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ടി ഞാൻ വെളുക്കാം. എന്തായാലും ഒന്ന് പോയി ഇറങ്ങി വരട്ടെ ഞാൻ. ഇത് നിങ്ങൾ കമൻറ്റിൽ പറ വെളുക്കണമെന്ന്. എനിക്ക് എന്ത് ചെയ്യുമെന്ന് ഒരു പുതിയൊരു പുരുഷൻ്റെ ഒരു ഉന്മേഷമുണ്ട് ഇപ്പം എനിക്ക്. നമുക്ക് പാല് കറക്കാം അതിനകത്ത്. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് തീരുമെന്ന്. എൻ്റെ മൊന്ന കണ്ട കള ഇട്ട് വെച്ചിരിക്കുക. കളം. ഊത്തലെന്ന് പറഞ്ഞാൽ ഒന്നൊന്നൊരു ഊത്തലൊന്നും അല്ലത്. ഒരു കനലെടുത്ത് മോന്തയ്ക്ക് വെക്കുമ്പോൾ ഉള്ള വേദന എന്താണ്, അതാണ് ഈ വേദന. ഇവൻ ഞാൻ മുടിയെടുത്തിടക്ക് ഇടക്കരുതെന്ന് പറയുക ഈ മോന്തയ്ക്കുള്ള കാര്യം ചെയ്യുന്നില്ലെന്ന്. അപ്പോഴാണ് എനിക്ക് ഓർമ്മ. എന്നിട്ട് ഇവിടെ വന്നിച്ചിപ്പോ കയ്യിലൊരു കൈ കണ്ടില്ലേ? കയ്യിലൊരു കൈയാ ഇരിക്കുന്നത്. ഈ ഡോക്ടർ ആണെങ്കിൽ ഒടുക്കത ആത്മാർത്ഥ.
കഴിഞ്ഞ ഒരു ലേഡി ഡോക്ടറായിരുന്നു എന്നെ കഴിഞ്ഞ പ്രാവശ്യം അണ്ടർ ചെയ്തത്. ഇതൊരു ആൺ ഡോക്ടറായിരുന്നു. ഈ ഡോക്ടറിന് ഒടുക്കത്തെ ആത്മാർത്ഥ, ഒരു മുഖത്തൊരു സ്പേസ് കിട്ടില്ല, എല്ലാത്തിനും കരിച്ചു കളഞ്ഞു. വല്ല വ്യത്യാസം ഉണ്ടാ? മുടി ഷേവ് ചെയ്ത് മുടി കട്ട് ചെയ്ത് അത് വ്യത്യാസമുള്ള അത് തോന്നുള്ളൂ. ലൈറ്റ് ഇല്ലല്ലോ ഇനി. കളർ ചെയ്താ മുടി. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? വ്യത്യാസമുണ്ട്, കുറച്ച് തിക്നെസ് വന്നിട്ടുണ്ട്. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് സൈഡ്. നിങ്ങൾക്കൊന്നും കണ്ണ് കാണുന്നില്ലേ? കളർ ചെയ്താ എന്റെ മോന്തയ്ക്ക് വ്യത്യാസം തോന്നില്ല? മുഖം അത് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു മുഖത്ത്. അത് തന്നെ എന്നെ പിടിച്ച് വലിക്കാതാ. ഇഞ്ചക്ഷൻ ഒക്കെ എടുത്താടാ? ഇഞ്ചക്ഷൻ എടുക്കണ ചോരയായിരുന്നു തള്ളി കയറ്റും മോന്തയ്ക്ക്. ഇവനെന്താ ഇവിടെ ഇരിക്കുന്ന? അവനെ ഇതുവരെ കിടന്ന് ഉറങ്ങിയാണ്. നിന്റെ ഒച്ചകെട്ടുണ്ടോ എഴുന്നേറ്റ് എന്തൊരു ഒരു ഉന്മേഷക്കുറവ്? ഇതുവരെ കളിച്ചുകൊണ്ട് കണ്ടാ ബോയ്സ്, അവന്റെ തനി സ്വരൂപം ഇറങ്ങി വരുന്നത്. ആ കടിക്കുന്ന കണ്ട അവൻ ആ ശീലം. അവന് എന്ത് കിട്ടിയാലും അവൻ കൈ വെച്ച് കടിക്കണം. അവന്റെ വിചാരം കളിപ്പിക്കുവാണെന്നാ. കടിക്കുന്നുണ്ടോ അവൻ? കടിക്കാതടാ തിണ്ടി, നിന്നെ ഞാൻ ഇടിച്ച് സൂപ്പാക്കി പറ. കടിക്കാതടാ എടാ, വേദനിക്കുന്നടാ എനിക്ക്. ഞാൻ നിനക്കാടി ഫാസ്റ്റടാ ഞാൻ. കണ്ട എന്നെ കൈ കണ്ടു കഴിഞ്ഞിട്ട് തിണ്ടി ഒന്നും കിട്ടാൻ വന്നപ്പോ പാലേ കയറി പിടിക്കുന്നു പോട്ടെ.